നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ കോടതിയെക്കുറിച്ചാണ്. ഏതാണത്? ഹൈക്കോടതി. നമ്മുടെയൊക്കെ അവകാശങ്ങളുടെ ഒരു കാവൽക്കാരൻ എന്ന് തന്നെ പറയാവുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാമല്ലേ? അപ്പം നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഹൈക്കോടതി എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ജുഡീഷ്യറിയുടെ തലപ്പത്ത് വരുന്നത്, അതിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും പ്രധാനമായി ഇതെല്ലാം നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ കോടതി ഏതാണ്? ഒന്നാലോചിച്ചു നോക്കൂ. മനസ്സിൽ സുപ്രീം കോടതി എന്നാണ് ഉത്തരം വന്നത് എങ്കിൽ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോവുകയാണ്. കാരണം പല കാര്യങ്ങളിലും ശരിയായ ഉത്തരം ഹൈക്കോടതിയാണ്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഹൈക്കോടതി എന്ന് പറയുന്നത് വെറുമൊരു കോടതി മാത്രമല്ല, അത് സംസ്ഥാനത്തെ മുഴുവൻ നീതിന്യായ സിസ്റ്റത്തിന്റെയും തലപ്പത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഭരണഘടന തന്നെ ഹൈക്കോടതിക്ക് ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഓരോ വിധിയും ഓരോ നടപടിയും ഒരു പെർമനന്റ് റെക്കോർഡാണ്. അതിന് വലിയ നിയമപരമായ മൂല്യമുണ്ട്. ഇനി ആരെങ്കിലും കോടതിയുടെ ഉത്തരവ് അനുസരിച്ചില്ലാന്ന് വെക്കുക, അവരെ ശിക്ഷിക്കാൻ ഹൈക്കോടതിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, നേരിട്ട് നടപടിയെടുക്കാം. ആ ഒരു പവർ ഹൈക്കോടതിക്ക് സ്വന്തമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹൈക്കോടതിയുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി നടപ്പിലാക്കാനും നമ്മുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കോടതി ഉപയോഗിക്കുന്ന നിയമപരമായ ചില ആയുധങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ചില പ്രത്യേക അധികാരങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സുപ്രീം കോടതിയേക്കാൾ വൈഡാണ് ഹൈക്കോടതിയുടെ പവർ. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. ആദ്യത്തേതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്നുവെച്ചാൽ ചില കേസുകൾ തുടങ്ങുന്നത് തന്നെ ഹൈക്കോടതിയിലായിരിക്കും. സാധാരണഗതിയിൽ നമ്മളൊരു കേസിന് താഴെയുള്ള കോടതിയിലല്ലേ ആദ്യം പോവാ. പക്ഷേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലെങ്കിൽ വലിയ സിവിൽ കേസുകളൊക്കെ നേരിട്ട് ഹൈക്കോടതിക്ക് പരിഗണിക്കാം. രണ്ടാമത്തേത് ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി പരിചയമുള്ള ഒന്നാണ്, അപ്പീൽ അധികാരം. അതായത് ഒരു ജില്ലാ കോടതിയുടെയോ മറ്റേതെങ്കിലും കീഴ്ക്കോടതിയുടെയോ വിധിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് കരുതുക. നിങ്ങൾക്കെവിടെ പോകും? നേരെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാം. അവിടെ വെച്ച് ആ കേസ് വീണ്ടും പരിശോധിക്കും. ഒരു സംസ്ഥാനത്തിനകത്ത് മിക്കവാറും കേസുകളുടെ അവസാന വാക്ക് ഹൈക്കോടതിയായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരുന്നത്, റിട്ട് അധികാരം. ഇത് നമ്മളെപ്പോലുള്ള സാധാരണ പൗരന്മാർക്ക് കിട്ടുന്ന ഒരു സൂപ്പർ പവറാണെന്ന് പറയാം. ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും അതോറിറ്റിയുടെയോ നിയമവിരുദ്ധമായ ഒരു നടപടിക്കെതിരെ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഈ അധികാരം നമ്മളെ സഹായിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ് ഉള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയെയും സമീപിക്കാം. പക്ഷെ ഹൈക്കോടതിക്ക് ഒരു പടി കൂടി കടന്നുള്ള അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾ മാത്രമല്ല, മറ്റേത് നിയമപരമായ അവകാശം ലംഘിക്കപ്പെട്ടാലും ഹൈക്കോടതിക്ക് ഇടപെടാം. എന്നാൽ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. കണ്ടില്ലേ, ഈ ഒരൊറ്റ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അധികാരപരിധി സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ്. അപ്പോ ഈ റിട്ടുകൾ 5 ഉണ്ട്. ഹീബിയസ് കോർപ്പസ്, മാൻഡമസ്, അങ്ങനെ പോകുന്നു. ഓരോന്നിനും ഓരോ പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒരാളെ അന്യായമായി തടവിൽ വെച്ചാൽ മോചിപ്പിക്കാൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് അയാളുടെ ജോലി ചെയ്യിപ്പിക്കാൻ, ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ ഉത്തരവ് റദ്ദാക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഹൈക്കോടതി ഈ റിട്ടുകൾ ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൗരന്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു നിയമപരിചയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈക്കോടതിക്ക് മാത്രമുള്ള വളരെ യുണീക്കായൊരു അധികാരമാണ്. അതാണ് സംസ്ഥാനത്തെ മറ്റെല്ലാ കോടതികളുടെയും മേലുള്ള മേൽനോട്ടധികാരം. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കോടതികൾക്കും മുൻസിഫ് കോടതികൾക്കും എല്ലാ ട്രൈബ്യൂണലുകൾക്കും മുകളിൽ ഒരു സൂപ്പർവൈസറി പവർ ഹൈക്കോടതിക്കുണ്ട്. എന്നാൽ ഇതേപോലൊരു അധികാരം സുപ്രീം കോടതിക്ക് ഹൈക്കോടതികളുടെ മുകളിൽ ഇല്ല. ഇത് ഹൈക്കോടതിയുടെ സ്റ്റാറ്റസ് എത്രമാത്രം വലുതാണെന്ന് കാണിക്കുന്നുണ്ടല്ലേ? അപ്പോ എന്താണ് ഈ മേൽനോട്ടം അഥവാ സൂപ്പർവിഷൻ? വെറുതെ നോക്കിയിരിക്കലല്ല. കീഴ്ക്കോടതികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനുള്ള നിയമങ്ങളുണ്ടാക്കുന്നത് ഹൈക്കോടതിയാണ്. ഒരു കേസ് ഒരു കോടതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റണമെങ്കിൽ ഹൈക്കോടതിക്ക് തീരുമാനിക്കാം. കോടതികളുടെ പ്രവർത്തനം പോയി പരിശോധിക്കാം.
ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തെ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തത്തിൽ കാര്യക്ഷമമായി ഓടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ അധികാരവും ഹൈക്കോടതിക്കുണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ഇതുവരെ നമ്മൾ ഹൈക്കോടതി എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നോക്കാം, ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസിന് പ്രധാനമായും 2 റോളുകളുണ്ട്. ഒന്ന് ജുഡീഷ്യൽ, 2 അഡ്മിനിസ്ട്രേറ്റീവ്. ജുഡീഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്നതാണ്. അതായത് ഹൈക്കോടതിയിൽ വരുന്ന ഓരോ കേസും ഏത് ജഡ്ജി കേൾക്കണം അല്ലെങ്കിൽ ഏത് ബെഞ്ച് കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. അത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ അധികാരമാണ്. ഇനി ഭരണപരമായ റോൾ നോക്കിയാൽ സംസ്ഥാനത്തെ മുഴുവൻ ജുഡീഷ്യറിയുടെയും ഹെഡ് അദ്ദേഹമാണ്. നിയമനങ്ങൾ, സ്ഥലമാറ്റങ്ങൾ, അച്ചടക്ക നടപടികൾ, ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഈ 2 റോളുകളും കൂടി ചേരുമ്പോൾ ചീഫ് ജസ്റ്റിസ് വളരെ പവർഫുള്ളായ ഒരു പൊസിഷനായി മാറുന്നു. ശരി, നമ്മളിപ്പോ കുറേ അധികാരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഹൈക്കോടതി നിങ്ങളുടെ അവകാശങ്ങളുടെ ഒരു ഗാർഡിയനാണ്. സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നുണ്ടോന്ന് നോക്കുന്ന ഒരു വാച്ച് ഡോഗാണ്. സംസ്ഥാനത്തെ നിയമവാഴ്ച നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന സ്ഥാപനമാണ്. സുപ്രീം കോടതിയുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിലും ഹൈക്കോടതികൾക്ക് വലിയ പങ്കുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ജനാധിപത്യം നേരായ വഴിക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഹൈക്കോടതിയുടെ പങ്ക് ശരിക്കും നിർണായകമാണ്. അപ്പോ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ കാവൽക്കാരൻ, അതായത് നമ്മുടെ ഹൈക്കോടതി, എപ്പോഴും സ്വതന്ത്രവും ശക്തവുമായിരിക്കേണ്ടത് നമ്മുടെയെല്ലാം ആവശ്യമാണല്ലേ? അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നുറപ്പുവരുത്താൻ പൗരന്മാരെന്ന നിലയിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നന്ദി.